നമ്മൾ ഓണസദ്യയിലേക്ക് കടക്കുകയാണ്. തൊണ്ടേ കൂടെ എന്തെങ്കിലും ഇറങ്ങാൻ പോകും. അതെ നിങ്ങളൊരിക്കൽ ചിക്കൻ പായസം ഉണ്ടാക്കിയില്ലേ? അപ്പൊ സീരിയസ്ലി ചിക്കൻ പായസം ഒരിക്കൽ ഉണ്ടാക്കിയിരുന്ന ഒരു സമയത്ത് ഇവിടെ ഷെഫ് ഉണ്ട് ഹൈലൈറ്റർ കഴിഞ്ഞിട്ട് വേണം മുണ്ട് മുളകി കുത്തി അതിലേക്ക് ഓടാൻ. ആക്ച്വലി ഇച്ചിരി കൂടെ ആവാം. ആദ്യം പകുതി ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം കൂടി നടക്കോട്ട് പാലിട്ടൊരു കുഴ പിടിക്കാതെ ഞാൻ ഇന്നിവിടെ പിടിക്കണില്ല. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ ഗായിക. അമ്മ ചോദിക്കും എൻ്റെ അടുത്ത്, ഈ ഇത് റിലീസ് കാണുന്ന സമയത്ത് നിനക്ക് അവിടെയെങ്കിലും പോയിട്ടൊന്ന് വൃത്തിക്കും മനക്കും കഴിക്കായിരുന്നില്ലേ? എന്റെ ഈ എവല്യൂഷൻ എന്ന് പറയാനായിട്ട് എന്നെ ആദ്യം കണ്ടിരിക്കുന്ന സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. എനിക്ക് 16 വയസ്സുള്ളൂ ഐഡിയ സ്റ്റാർ സിംഗർ സമയത്ത്. എനിക്ക് അതുപോലെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ വലുതാവില്ലേ? ചേച്ചിയുടെ ലൈഫിലെ ഒരു ചേഞ്ചസിനും ഞാൻ കാരണമായിട്ടുള്ളതല്ല കേട്ടോ. അതൊരു തെറ്റിദ്ധ. എല്ലാവരും കൈൻഡ് ഇൻഫർമേഷൻ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഞങ്ങൾ എന്താണോ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്ത തെറ്റുകളും ഞങ്ങൾ ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി പോയത്. അത് സൽമാൻ ഖാൻ പറയുന്ന ഒരു സാധനമുണ്ട്, പറഞ്ഞോളൂ. Do whatever the fuck you want, but don't hurt your Mata Pita, Bharat Mata ki jai. ഓണം ഷോ എന്ന് പറയുമ്പോ അത് ഓണം പോലെ ഓണം പോലെയാണല്ലോ ഇരിക്കുക. ഫുള്ളൊരു ഹാപ്പി കളർഫുൾ എല്ലാം അങ്ങനെ സന്തോഷം, ജന്മദിനം, കുട്ടിക്ക് വൈബായിരിക്കും. ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഉട്ടോപ്പിയുടെ ശൃംഖലകൾ. കാശ്മീരിൽ പോയാലും ഉണ്ട്, കന്യാകുമാരിയിൽ പോയാലും ഉണ്ട്, മധ്യപ്രദേശിൽ പോയാലും ഉണ്ട്. എന്തായാലും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്. അതുകൊണ്ടാണ് കോപ്പറേറ്റ് വേണമെന്ന് 2 മിനിറ്റ് കരയാൻ. തൊണ്ടയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സർവൈവ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ എല്ലാ അർത്ഥത്തിലും മതിയും തോന്നണ. മതിയോ? വേണ്ട ഉത്തരം കിട്ടിയോ? ഞാൻ ചോദിച്ചോട്ടെ, കുറെ ഓണപരിപാടികൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓണപരിപാടിയിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു ഏരിയ എന്താണ് അതർ ദാൻ സദ്യ? ഓണത്തില് ഏറ്റവും അധികം നിങ്ങള് ക്ലീഷയായിട്ട് എല്ലാ ഓണപരിപാടിയിലും കാണുന്നത് എന്താണ്? ഓണപരിപാടികളാണോ നമ്മുടെ വീട്ടിലാണോ? അല്ലല്ല, നിങ്ങളുടെ ഓണപരിപാടികൾക്ക് വിളിക്കും ആളുകൾ. ഓണത്തെല്ലാണ് നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഓണം എന്നല്ല, എല്ലാ ആഘോഷങ്ങൾക്കും അച്ഛനുള്ളപ്പോൾ സ്പെഷ്യലി എല്ലാവരും നമ്മുടെ വീട്ടിലായിരിക്കും വരിക. ഞങ്ങളുടെ കസിൻസ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ വീട്ടിലേക്കാണ് വരിക. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും എല്ലാം ചെയ്യാം. പക്ഷെ ജോലിയിലെ ഏരിയ അമ്മയാന്ന് തോന്നുന്നു. പരിപാടിക്ക് പോകുമ്പോ ഓണത്തിൽ പരിപാടിക്കൊക്കെ പോകുമ്പോ ഷോന് പോകുമ്പോ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എന്താ? ഓണത്തിന്റെ ഷോന് പോകുമ്പോ എന്താ? ഓണം ഷോ എന്ന് പറയുമ്പോ അത് ഓണം പോലെ ഇരിക്കും. ബാക്കി ഷോ പോലെ ഓണം പോലെയാണല്ലോ ഇരിക്കുക. ഫുള്ളൊരു ഹാപ്പി കളർഫുൾ എല്ലാം അങ്ങനെ സന്തോഷം, ജന്മദിനം, കുട്ടിക്ക് വൈബായിരിക്കും. ബേസിക്കലി കളർഫുൾ ആണല്ലോ. അതായത് ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ജാവ സിമ്പിൾ ആണ്. അങ്ങനെ അതായത് ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ഇവന്റ് വരുമ്പോ ഒരു ഷോയും ഒരു ഓണം ഷോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാരും കുടുംബസമേതായിരിക്കും ഉണ്ടാവുക. അപ്പൊ എല്ലാവരുമായിട്ടുള്ള ഇറ്റ്സ് ലൈക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാരും ഹാപ്പി ആയിരിക്കും. പിന്നെ ഭയങ്കര ഭംഗിയായിട്ട് എല്ലാവരും നല്ല ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. മുണ്ടൊക്കെ കൊടുത്ത് തലയിലൊക്കെ കെട്ടി ഒരു വേറൊരു വൈബിലായിരിക്കും. നോർമൽ ഒരു ഷോന് പോകുമ്പോൾ മോസ്റ്റ്ലി എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ്സ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇട്ടിട്ടായിരിക്കും. പക്ഷെ ഓണം പൂക്കള് ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കണ പോലെ തന്നെ ആയിരിക്കും. മതിയും തോന്നണ. മതിയോ? വേണ്ട ഉത്തരം കിട്ടിയോ? ഈ ഓണസദ്യക്ക് ഏറ്റവും അധികം പായസം അടിച്ച് കിറങ്ങി കിടക്കുന്നതാരാ? ഞങ്ങള് രണ്ടുപേരും ആവശ്യത്തിന് കിറങ്ങി കിടക്കാറുണ്ട്. മത്സരമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വെറുതെ ഇല്ല. ഞങ്ങൾക്ക് ഭക്ഷണം പറഞ്ഞ പോലെ ഒരു ആഘോഷം ആയതുകൊണ്ട് തന്നെ സദ്യയൊക്കെ ഞങ്ങള് അത്യാവശ്യം നന്നായിട്ട് കഴിക്കും. ഫേവറേറ്റ് ഓണപ്പായസം? പാലട. ഓണത്തിന് എങ്ങനെയാണ് വിഭവങ്ങൾ വിളമ്പേണ്ടത് അറിയാമോ? അമ്മയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അമ്മ ഇപ്പൊ ഞങ്ങൾ ഓണം എപ്പിസോഡ് ചെയ്തപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ തൊടുകറി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഉട്ടോപ്പിയയിൽ അങ്ങനെ ഓണത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ സ്പെഷ്യൽ ഡേയ്സ് എന്തെങ്കിലും സ്പെഷ്യൽ മെനു കുറച്ച് ഐറ്റംസ് നമ്മൾ കൊടുക്കും. പക്ഷെ യൂട്ടോപ്പിയ എന്ന് പറയുന്നത് കളികളും സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റാഫ്സിന് വേണ്ടിട്ട് നമ്മള്
പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഫുഡ് വൈസ് നമ്മൾ അങ്ങനെ ഭയങ്കര ഇതൊന്നും ചെയ്യല, കാരണം അതൊരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ്. ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സീ ഫുഡുമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ ചിക്കൻ പായസം ഉണ്ടാക്കിയില്ലേ? അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ സീരിയസ്ലി ചിക്കൻ പായസം ഒരിക്കൽ ഉണ്ടാക്കിയിരുന്ന ഒരു സമയത്ത് ഇവിടെ ഷെഫ് ഉണ്ട്, തടിയൻ ഹൈലൈറ്റ് ആയിരുന്നു. അയ്യോ, തടിയൻ ഷെഫിനെ ഞാൻ ഒരു ഗസ്റ്റ് വന്നപ്പോ ഇങ്ങനെ തടിയൻ ഷെഫിനെ വിളിക്കാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ അടുത്ത് ഭയങ്കര സീൻ, ഒരാളങ്ങനെ തടിയനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാട്ട പേരല്ല, പുള്ളിയുടെ പേര് അരുൺ എന്നാണ്, പക്ഷെ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൊക്കെ തടിയൻ ഷെഫ് എന്നാണ് അറിയുന്നത്. അപ്പൊ അരുൺ ഷെഫ് പറഞ്ഞ പോലെ ഓരോ വെറൈറ്റീസ് ട്രൈ ചെയ്യുന്ന ആളാണ്. ഒരു വട്ടം ട്രൈ ചെയ്ത വെറൈറ്റി ആയിരുന്നു ചിക്കൻ പായസം. എനിക്കൊന്നും അതൊരു ഓണത്തിന് അത് ചിക്കനാന്ന് മനസ്സിലാവൂല നമുക്ക്. നമുക്കൊരു ചൗരി അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണ് ചെയ്യാറുണ്ട്. ഈ റെസ്റ്റോറന്റ് ബിസിനസ്സിന് പറ്റിയ ആളുകൾ പറയാറില്ലേ, ഇത് ഡെയിലി റിസ്ക് ആണ്. ഇപ്പൊ ഹൈജീന്റെ കാര്യത്തിലായാലും ശരി, ആളുകളുടെ ഒപ്പീനിയന്റെ കാര്യത്തിലായാലും ശരി, ഇതിനുള്ള റോ മെറ്റീരിയൽസിനുള്ള പ്രൈസ് ഹൈക്കിന്റെ കാര്യത്തിലായാലും ശരി, ഗ്യാസിന്റെ കാര്യത്തിലായാലും ശരി, ഇതും പാട്ടും ഇതെങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ടു ബി ഓണസ്റ്റ്. അത് പ്രത്യേകിച്ച് ഞാനും ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിലുള്ള ഞങ്ങളുടെ കോൺഫ്ലിക്ട്സ് വരുന്ന ഏരിയ ഇതൊക്കെ തന്നെയാണ്. ഷീസ് ലൈക്ക് ഹോട്ടൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു 80% അതായിരിക്കും. എന്നും ടെൻഷനാണ്. എവ്രി ഡേ ഇവിടെ ഇതിങ്ങനെ തീ പറന്ന പോലെയാണ് ഇരിക്കുക. അപ്പൊ ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഇവിടെ മറ്റേ ഫോണില് ട്രിപ്പിന് എനിക്ക് പോകാൻ പറ്റാറില്ല. സെക്കൻഡ്ലി അല്ലേ, കഴിഞ്ഞൊരു 6-7 ട്രിപ്പ് കഴിഞ്ഞിട്ട് അവസാനമാണ് ഇപ്പൊ ഈ ലാസ്റ്റ് ഞങ്ങള് മാൽഡീവ്സിൽ പോയത് ഫാമിലി ആയിട്ട്. അതിന് വന്നു. അപ്പോഴും പുള്ളിക്കാരത്തി ഹോട്ടലിൽ മറ്റേ ഓർഡർ എടുക്കുന്ന കാര്യങ്ങൾ അൺഅവൈലബിൾ ആവാൻ പറ്റില്ല. മാത്രല്ല അതൊരു പ്രത്യേക സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് കേട്ടോ. അത് ഹോട്ടൽ അങ്ങനെ ഞാൻ ആരും ഡിമോട്ടിവേറ്റ് ചെയ്യുന്നല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ റിസ്ക് വൈസ് വെരി ഹൈ ഇറ്റ് ഇസ്. നമ്മുടെ എല്ലാം ഇപ്പൊ ഈ കാണിക്കുന്ന എന്റെ ബാക്കി എല്ലാ ചില പരിപാടികളും എന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ഫ്ലിപ്പ് സൈഡ് ഓഫ് ദ കോയിൻ ആണിത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെ പോയാലും, കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടെങ്കിലും ഹോട്ടൽ ഓണർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഫിനറ്റ്ലി ആ ഫസ്റ്റ് പ്രയോറിറ്റി വിൽ ബി ദി ഹോട്ടൽ. ബിക്കോസ് അവിടെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മള് ഇപ്പൊ ഒരാൾക്കൊരു ഭക്ഷണം ഇഷ്ടമായില്ലെങ്കിൽ അതിനെ പല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും എവറിത്തിങ് ഇസ് റിസ്കി. അത് ഒരു മ്യൂസീഷ്യൻസിന്റെ ഏറ്റവും വലിയ ഒരു രസം അതാണ്. നമ്മള് ഇഷ്ടപ്പെട്ട് ചില്ല് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ പ്രൊഫഷൻ. പക്ഷെ ഈ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമല്ല. കൂടെ ഒരുമിച്ച് എവിടെ കൊണ്ടെത്തിച്ചു അത്യാവശ്യം വട്ടായി തോന്നു. അവിടെ കൊണ്ടെത്തി അവിടെ വന്ന് സ്റ്റേജിലാണെങ്കിലും നമ്മളൊരു പാട്ട് പാടി എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുമ്പോൾ ടെക്നിക്കലി നമ്മളും ഹാപ്പിയാണ്. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഷീ ഈസ് ഓൾവേസ് ട്രസ്റ്റ് ഈ ഒരു കാര്യത്തിൽ. അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളുടെ അടുത്ത് ഒരു പോയിന്റ് ഓഫ് ടൈം വരെ ഞാൻ ഇവളെ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്യും. എന്തിനാണ് ഈ ഇല്ല ഞാൻ സത്യം പറയാൻ ചോദിച്ചത് ജെന്യുവൻലി ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ അത്ര ഞാൻ അങ്ങനെ സ്ട്രെസ് എടുത്ത് ചേച്ചി കണ്ടിട്ടുള്ള ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇതൊക്കെ മച്ച് ഈസിയർ അല്ലേ, ചില്ലല്ലേ പരിപാടി എന്നുള്ളത് എന്റെ പോരാ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാ പോരെ. എന്തോ ഒരു ഡെസ്റ്റിനി ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് പറഞ്ഞ പോലെ ഐ എം ഗോയിങ്, ഞാൻ എവിടേക്കോ എത്താൻ പോവാണ്. അതിന്റെ ഒരു മേജർ സ്റ്റെപ്പ് തന്നെയാണ് അത് എവിടേക്കാന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഉട്ടോപ്പിയുടെ ശൃംഖലകൾ കാശ്മീരിൽ പോയാലും ഉണ്ട്, കന്യാകുമാരിയിൽ പോയാലും ഉണ്ട്, മധ്യപ്രദേശിൽ പോയാലും ഉണ്ട്, ഇപ്പുറത്ത് ഗുജറാത്ത്, അപ്പുറത്ത് എന്താ നാഗാലാൻഡ്. വലിയ ജിയോഗ്രഫിക്കൽ നോളജ് ഇല്ല, പക്ഷെ എല്ലായിടത്തും ഇരുന്നോട്ടെ, നാക്ക് പൊന്നാവട്ടെ. അത്രയും കഷ്ടപ്പെട്ടുന്നുണ്ട് അത്, അതുകൊണ്ടാണ് രണ്ടും കരയാൻ. അല്ല, അപ്പൊ ഇങ്ങനെ ഓരോരോ അനൗൺസ്മെന്റുകളൊക്കെ വരുമല്ലോ, ഗ്യാസിന്റെ വില ഈ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കൂട്ടി, യുദ്ധം കാരണം കൂട്ടി, അല്ലെങ്കിൽ ഉള്ളിക്ക് വില കൂടി എന്നൊക്കെ പറയുമ്പോ തലയിൽ ഇപ്പൊ ഇങ്ങനെ ഓരോ ഏരിയ ഓരോ ന്യൂസ് അനുസരിച്ച് ഓരോ ഏരിയ നരച്ചോണ്ടിരിക്കുക. അങ്ങനത്തെ ഒക്കെ സ്കീമാണ്. ഞാൻ വിളിക്കും വരാൻ വേണ്ടിട്ട്, അയ്യോ ചേച്ചി ഇന്ന് ഗ്യാസ് ഇല്ല, ചേച്ചി ഇന്ന് അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, ഈ ഇങ്ങനെ അതുണ്ട്. അതാണ് ഷീസ് വെരി അൺഅവൈലബിൾ ദീസ് ഡേയ്സ്. പക്ഷെ എന്നാലും സമയമൊക്കെ ഒപ്പിച്ച് രണ്ട് ചീത്തയൊക്കെ പറഞ്ഞു. നമ്മള് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോ നമ്മൾ വളരെ ചില്ലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ എനർജി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡും ഇതും, എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ അവരുടെ തട്ടിക്കയറലും അതിന്റെ ആവശ്യമില്ല. അപ്പൊ മാക്സിമം ഞാൻ ഇവിടെ അടുത്ത് മാറി തന്നെ നിൽക്കും. ഇതാണ് അതുകൊണ്ടാണ് മറ്റേ അവസാനത്തെ ട്രൈ ആയ പാപ്പുവിനെ കൊണ്ട് വിളിക്കാം, അപ്പോണ്ടേ ഒന്ന് വാതറ് വിളിക്കുമ്പോ പുള്ളിക്കാരത്തി എല്ലാം ഇട്ടിട്ട് ഓടി വരും. ശബ്ദം കൊണ്ട് എന്റെ ഡബിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ടോ? ചേച്ചിയല്ലേ? എങ്ങനെയുണ്ട് അതിലൊരു കരിയർ?
ഷീസ് ഗോട്ട് എ ഗോഡ് ഗിഫ്റ്റഡ് വോയിസ്. അത് വെച്ച് ചേച്ചി ഇപ്പൊ പണ്ട് റേഡിയോ സുനോൽ അങ്ങനത്തെ ഇതിനകത്തൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ആ തൊണ്ട. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് നമ്മൾ പറയുമ്പോൾ വലിയ പിന്നെ ചുമ്മാ ഇരിക്കുന്നൊക്കെ പറയും, പക്ഷെ ഷീ ഈസ് റിയലി ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. എനിക്ക് അങ്ങനെ അതേ ഉള്ളൂ ആകെ. അത് വെച്ചിട്ടാണ് നമ്മള് നിക്കുന്ന. ആ തൊണ്ടയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സർവൈവ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ എല്ലാ അർത്ഥത്തിലും ട്രാവൽ ചെയ്യുന്നതും എന്റെ സന്തോഷങ്ങളും ഒക്കെ തൊണ്ടയാണ്. അപ്പോ ഇത് നോക്കണ്ടേ. ഓക്കെ, നമ്മൾ ഓണസദ്യയിലേക്ക് കിടക്കുകയാണ്. തൊണ്ടയിൽ കൂടെ എന്തെങ്കിലും ഇറങ്ങാൻ പോകും. ഒരു പോഡ്കാസ്റ്റോ ഒരു ഷോയോ ഒരു റോസ് ഷോയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു. ഞാൻ ഭയങ്കര ബിസിയല്ലേ, ഫ്രീ ബ്ലോഗ് ചെയ്യാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പഴാ ഇത് കഴിഞ്ഞിട്ട് വേണം മുണ്ട് വിളകി കുത്തി അതിലേക്ക് ഓടാൻ. അപ്പൊ അതൊക്കെ ഒതുങ്ങിയിട്ട് വരാം. കൂടെയുള്ളവരോട് സമഭാവനയോടുകൂടി പെരുമാറാൻ. അതൊക്കെ ഈ ഹോട്ടലിൽ ഇപ്പൊ തുടങ്ങുമ്പോ പഠിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. മറ്റേ ഹിന്ദിക്കാരും മലേക്ക് തൊടാ പാത്രം ക്ലീൻ കറോ, ഇതാണ് സീന്. അപ്പൊ ഒതുങ്ങി. സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം? എല്ലാം ഇഷ്ടമാണ്. ഇങ്ങേറ്റം തുടങ്ങി അങ്ങേറ്റം വരെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എല്ലാവരെയും നക്കി. അങ്ങനെ ഉണ്ടോ ഒരു ഗോ ടു വിഭവം ഉണ്ടോ? എനിക്കിഷ്ടം ഇഞ്ചിക്കറിയാ. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അമ്മയുടെ നമ്മളിപ്പോ ഉള്ളത് ഹോളിഡേ ഹോട്ടലിലാണ്. ഇവിടുത്തെ സദ്യ അല്ലേ? ഇവിടെ 32 വിഭവങ്ങളുണ്ടെന്നാണ് ഞാൻ. ഇവിടുത്തെ അടിപൊളി സദ്യ 32 എല്ലാ വട്ടം ഹോളിഡേന്റെ സദ്യ അത്യാവശ്യം നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സദ്യയിലേക്ക് കടക്കാം. ഇരുന്നിട്ടാണോ അതോ? ഇരുന്നിട്ടല്ല, അല്ല മേശ വരും. ചേച്ചിക്ക് വേണ്ട മറ്റേ വലിയ നമുക്ക് ഓണസദ്യയിലേക്ക് കടക്കാം. ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ കലോറികളെ പറ്റി ആലോചിക്കാറുണ്ടോ? എന്നോട് ഇതൊക്കെ എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു. ഇപ്പൊ തന്നെ നേരത്തെ ഞാൻ ആ ക്യാമറയുടെ ഷൂട്ട് ചെയ്തത് എപ്പൊ പൊട്ടുമ്പോ നോക്കിയിരിക്കുക. ഞങ്ങള് ഒരു ബ്രേക്ക് എടുത്തേക്കുക. അല്ല അതെനിക്ക് മനസ്സിലായി, അവിടെ എനിക്ക് മനസ്സിലായി. അല്ല, ഒരു 6 months ബാക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു ഡീറ്റോക്സ് ആണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. ഇപ്പൊ എന്റെ മാക്സിമം ഇവിടെ ആകെ പ്രശ്നത്തിലായിട്ട് എന്തിനൊക്കെ എടുത്ത് കൊറേ സദ്യയോട് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോ ഇത്ര ഒരു അടങ്ങാത്ത ആവേശമുള്ളവർ എനിക്കറിയാം. അവിടെ സാമ്പാർ കൊടുക്കും, വയലന്റ് ഒക്കെ ആവുന്നു ചിലർ. അപ്പൊ നമ്മളങ്ങനെ മാക്സിമം തടി എത്തിയിട്ട് പിന്നെ ഒരു 1 year എടുത്ത് കുറയ്ക്കുക. അതാണ് ഒരു മെയിൻ. ഇത് അവിടെ ആദ്യം വേണമെങ്കിൽ കൊടുത്തോട്ടോ. അവിടെ അല്ല ആദ്യം കുറച്ചും കൂടെ ഇനി ഇവിടെ ഇട്ടോട്ടോ. ആക്ച്വലി ഇച്ചിരി കൂടെ ആവാം. ഇപ്പുറത്തെ ഇലയിലൊന്ന് ഇച്ചിരിയെങ്കിലും എത്തിച്ചോട്ടെ. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യുന്നതില് നിങ്ങളുടെ ഒരു ഗോ ടു ഐറ്റം എന്താ? അതർ തന്നെ ഓംലെറ്റ് ആൻഡ് ചായ ആൻഡ് മാഗി. മാസ്റ്റർ ഷെഫ്. ഭക്ഷണം ഉണ്ടാക്കും. അഭി ഭയങ്കര അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. സോറി, ഭക്ഷണത്തിന്റെ ആ ഒരു ഇതിലല്ലേ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാവും. ഹോളിഡേന്റെ സദ്യ പൊതുവെ നല്ലതാണ്. വളരെ. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അഭി ഗംഭീര ഷെഫാണ്. എന്താണ് അഭിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്? അവൾ എന്തായാലും ഉണ്ടാക്കും ഞാൻ ഭക്ഷണം. ഞാൻ വെരി ഗുഡ് കുക്ക്. എന്തായാലും ഇത് വളരെ എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിക്കാതൊക്കെ ഇരിക്കുന്ന ആൾക്കാര് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പറയുമ്പോ എല്ലാവർക്കും അല്ലല്ല ഞാൻ വിശ്വസിച്ചത് സത്യമായിട്ട് വിശ്വസിച്ചു. ഭയങ്കര പാഷനേറ്റ് ആണ്. അപ്പം നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവളോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സ്റ്റേക്ക് തുടങ്ങി എന്താ പറയാ മത്തിക്കറി വരെ ആണെങ്കിലും അല്ലെ ഉണ്ടാക്കും. ദാറ്റ് ടു വെരി പ്രോ ടേസ്റ്റ്. അമ്മയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പൊടിക്കൂ നിങ്ങള് കഴിക്കുന്നിട്ട് അവർക്ക് ഇഷ്ടമായി തോന്നും. ഇതിന്റെ ബ്ലൂപ്പർ ഞാൻ ഇറക്കും. വന്നു ആദ്യ പകുതി ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം കൂടി നടുക്കോട്ട് പാലിട്ടൊരു കുഴ പിടിക്കാതെ ഞാൻ ഇന്നിവിടെ പിടിക്കണില്ല. പിടിച്ചാ കുഴപ്പമൊന്നുമില്ല. സദ്യക്കൊരു സ്പീഡുണ്ട്. പലതും കേട്ടിട്ടില്ലേ? അതായത് ഇങ്ങനെ വിളമ്പണം അതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സദ്യക്ക് ഒരു സ്പീഡ് ഉണ്ടെന്ന് കേട്ടിട്ടില്ല. ഒരു താളമുണ്ട്. ആ താളത്തിൽ വേണം സദ്യ കഴിക്കാൻ. എനിക്കൊന്ന് പാട്ട് കഴിഞ്ഞ് വെച്ചാൽ ആസ്വദിച്ച് ചെയ്യണ ഒരു ഏരിയ സദ്യ കഴിക്കലാണോ? അല്ല ഞാൻ സീരിയസ് ആയിട്ട് ഞാനത് ഭയങ്കര ജെന്യുവൻ ആയിട്ട് ചോദിക്കണേ.
പാട്ടുകളങ്ങൾ കണ്ടില്ലേ വിഷ്ണുവിന് വന്ന് പാട്ട്, ഡ്രൈവിംഗ്, സദ്യ, ഇതൊക്കെ എനിക്കെല്ലാം ഇഷ്ടമാണ്. ഈ പണ്ട് പാട്ടുകാർക്ക് ഓണം ഒരു കൊയ്ത്ത് മാസമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓണപ്പാട്ടുകൾ വരുന്നു, ഓണപരിപാടികൾ വരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള മാസമാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ്. പക്ഷേ യുദ്ധം, ഫ്ലഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ ഓണത്തിനും വന്നു പെടാറുള്ളതുകൊണ്ട് അത് കുറച്ച് നാളുകളായിട്ട് ഓണം നമുക്ക് കൊയ്യാൻ പറ്റാറില്ല. പൊതുവെ ഓണം എന്ന് പറയുന്നത് ഓണം എന്നല്ല എല്ലാ ടൈപ്പ് സെലിബ്രേഷൻസും ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു നമ്മുടെ മാസമാണ്. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ഓണം ഈ എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷം ഉണ്ടാവും. അതും ഓണത്തിനല്ല ഓണാഘോഷിക്കുന്നത്, ഓണം കഴിഞ്ഞിട്ടും അടുത്ത 3-4 മാസം ഓണാഘോഷം ഉണ്ടാവും. പിന്നെ അതിനകത്ത് ഈ ജാതി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇറ്റ് ഇസ് ലൈക്ക് ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ആഘോഷമാണ്. യെസ്, അതിനകത്ത് അങ്ങനെ ആ ഒരു സമയം വരുമ്പോൾ മാത്രം എല്ലാവരും എങ്ങനെ പോയാലും ഭയങ്കര ഒത്തൊരുമ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. എത്രയൊക്കെ ഡൈവേഴ്സിഫൈഡ് തിങ്കിങ് ഉള്ള ആൾക്കാരാണെങ്കിലും. ഇന്റലക്ച്വൽ ഗേൾ. കഴിക്കട്ടെ, കഴിക്കൂ. നിങ്ങളങ്ങനെ വിദേശ രാജ്യത്ത് ആഘോഷിച്ച ഓണങ്ങളിൽ ഏറ്റവും അധികം ഓർമ്മ നിൽക്കുന്ന ഓണാഘോഷം ഏതാ? ഒറ്റക്കൊറ്റയ്ക്ക് പറഞ്ഞു. ഞാൻ പൊതുവെ സദ്യ കഴിക്കുമ്പോ അധികം സംസാരിക്കാറില്ല. എന്നാലൊന്ന് വെറുതെ സൈഡിൽ കൂടെ ഒന്ന് ആലോചിക്കും. വിദേശത്തുള്ള ഓണത്തിനേക്കാളും എങ്ങനെ പോയാലും നമ്മുടെ നാട്ടിലുള്ള ഓണം തന്നെയാണ് അടിപൊളി അല്ലേ? ഉണ്ട്. പിന്നെ പക്ഷെ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ഗൾഫുകാരാണ് നന്നായി ഓണാഘോഷിക്കുന്നത്. താങ്ക് യു. അങ്ങനല്ലേ? നിങ്ങൾ ചോദിച്ച നേരത്തെ പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യൂ. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ ഗായിക. അമ്മ ചോദിക്കും എൻ്റെ അടുത്ത്, ഇത് റിലീസ് കാണുന്ന സമയത്ത് നിനക്ക് അവിടെയെങ്കിലും പോയിട്ടൊന്ന് വൃത്തിക്കും മനക്കും കഴിക്കായിരുന്നില്ലേ മിക്കവാറും. ഓണത്തിന് അതല്ലാതെ കുട്ടികളായിരുന്നപ്പോഴായിരുന്നു റൊട്ടീൻ എന്താ? അതായത് കസിൻസ് വരിക, അതല്ലാതെ എന്തായിരുന്നു? ചേച്ചി പറയുന്നത് ചേച്ചി ബ്രേക്ക് വേണോ? സംസാരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് നമ്മുടെ വീട്ടില് പൊതുവെ ആഘോഷങ്ങൾ ഭയങ്കര ആഘോഷിക്കുന്ന ടൈപ്പ് അച്ഛനും അമ്മയും അതിന്റെ ശരിക്കുള്ള രീതിയിൽ തന്നെ ചെയ്യുന്ന ആളുകളായിരുന്നു അച്ഛനും അമ്മയും. അപ്പം ഓരോ ദിവസം ഈ ഓരോ പൂക്കളം ഓരോ ടൈപ്പൊക്കെ ഇടൂലേ, സ്ക്വയർ പൂക്കളം, ചിലത് മൂലയിലിടും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യില്ല. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യലും പിന്നെ പൂ പറിക്കാൻ രാവിലെ തന്നെ അച്ഛനും ഞാനും ചേച്ചിയൊക്കെ രാവിലെ തന്നെ ചെറിയ കവറും തൊപ്പിയൊക്കെ ഇട്ട് തൊപ്പിയിലൊക്കെ പോവാ, അതൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. തുമ്പപ്പൂ ഒക്കെ ഇപ്പൊ ഒന്നും അധികം ഇല്ല. പക്ഷെ തുമ്പപ്പൂ പറിക്കാൻ പോലൊക്കെ ഉണ്ട്. തുമ്പപ്പൂ പറിക്കാൻ പോലെ. പക്ഷെ നമുക്ക് അപ്പം കറക്റ്റ് പൂക്കളൊന്നും കിട്ടില്ല. പക്ഷെ അങ്ങനെ ഇടുന്ന പൂക്കളത്തിന് ഒരു വേറെ ഭംഗിയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം കുറെ ഓർമ്മകളുണ്ട് അച്ഛയുടെ കൂടെ ഓണ സമയത്തൊക്കെ ഈ പരിപാടികളൊക്കെ ചെയ്യലും. ഇപ്പൊ അതൊന്നും ഇല്ല. പാപ്പു പക്ഷെ കൊറേയൊക്കെ അപ്പാപ്പനെ ഇതൊക്കെ പാപ്പുവിനെയും അച്ഛൻ കൊറേ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ. ആ ഒരു ഓർമ്മകൾ കിട്ടാൻ അതേ ഉള്ളൂ. ഇപ്പൊ എല്ലാം ന്യൂ ജനറേഷൻ മതിയൊന്ന് പോയേ. ചേച്ചി വിശക്കുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു എന്താ പാലും ഓട്സും എന്താ മ്യൂസ്ലി കഴിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. അത് വലിയ കൂട്ടാ, കുഴപ്പമില്ല. ശരിക്കും ഷൂട്ട് നടക്കുന്നില്ലേ? ഉണ്ടല്ലേ? നടക്കുന്നുണ്ട്. ഓക്കെ, ആ ചോദ്യം കഴിഞ്ഞു. അതിനെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറഞ്ഞു മതി. എനിക്ക് അത് മതി. വിഷ്ണുവിന്റെ ഓർമ്മകൾ എന്തൊക്കെയാ ഓണം? എന്റെ ഓണം എന്റെ ഓണം അത് ഈ ക്ലബുകളൊക്കെ ആയി ബന്ധപ്പെട്ടായിരുന്നു. ക്ലബിൽ ആളുകൾ വരുന്നു, വടം വലിക്കുന്നു, മറ്റേ സുന്ദരിക്ക് പൊട്ടുവിടുന്നു, അതൊക്കെ ആയിരുന്നു. എന്റെ വീടിനടുത്ത് കുറെ ക്ലബുകൾ ഉണ്ടായിരുന്നു. ശാഖ, പിന്നെ പുലിക്കളി, അത് തൃശ്ശൂരിന്റെ മാത്രം ഒരു ഇതായിരുന്നു. അതൊരു ഭയങ്കര കാര്യമാണ്. വിഷ്ണുവിന് എന്താ പ്രായം? എത്ര പറയുന്നല്ലേ? നല്ല വയസ്സുണ്ട്. ഒരു 34. 34 ഒന്നുമില്ല, 30. അത്ര പ്രായമൊന്നുമില്ല. ഇല്ല ചെറുപ്പമാണ്, കൊച്ചാണ്. ഇപ്പൊ ഈ ജെൻസികൾ അവരുടെ ജീവിതത്തെ കാണുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അവര് ഡ്രസ്സപ്പ് ചെയ്യുന്നത്, അവര് ജീവിതത്തെ കാണുന്നത്, അവര് ആളുകളോട് ബഹുമാനം കൊടുക്കുന്നത്, ആളുകൾ അവരവരുടെ ഐഡിയോളജി ഫോം ചെയ്യണത് എങ്ങനെയുണ്ട്? അത് ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഫില്ലേനിയൽ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കങ്ങനെ ദേഷ്യമൊന്നും തോന്നാറില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് വേണ്ട എന്താ പറയാ വാല്യൂസിനൊക്കെ
ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണ് എല്ലാവരും അല്ലേ? ഓക്കെ ആണ് ആണ് ആണ്. ഇപ്പൊ നമ്മുടെ കാലത്തിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് അവർക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ, നമ്മള് കാണുന്ന രീതിയിലല്ല പല കാര്യങ്ങളെയും അവര് കാണുന്നത്. ആൻഡ് എനിക്ക് പേഴ്സണലി എല്ലാ കാര്യങ്ങളും ഓവർ ദ ടൈം ഇവോൾവ് ചെയ്യണം എന്ന് ഇഷ്ടമുള്ള ആളാണ്. ഇവര് വന്ന് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ് ഈ മില്ലേനിയൽസ് ആയ നമുക്കാണെങ്കിലും അതുകൊണ്ട് ബെനിഫിറ്റഡ് ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ മോഡേൺ ആയിട്ട് ഉള്ള ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് പണ്ടൊരു വലിയ കാര്യമായിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ ഇവര് അത് നോർമലൈസ് ചെയ്ത് നന്നായി അറിയാം. പാവം സദ്യ കഴിക്കും കുട്ടി. അപ്പൊ ഇവരിത് വന്ന് നോർമലൈസ് ചെയ്തുകൊണ്ട് നമ്മളും കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്ത് അങ്ങനെ ഇപ്പൊ അധികം ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ അവരായി കൊണ്ടുവരുന്ന ചില നോർമലൈസിങ് പരിപാടികളോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. കാരണം കൾച്ചർ എന്ന് പറയുന്നതിനെ, പക്ഷെ എന്നാലും കൾച്ചറിനെ കീപ്പപ്പ് ചെയ്തുകൊണ്ടുള്ള ശരി. ആരാ അമൃതയുടെ സ്റ്റൈലിസ്റ്റ്, വാർഡ്രോബ് മാനേജർ എല്ലാം? വാർഡ്രോബ് മാനേജർ എന്ന് പറഞ്ഞാൽ ഷോസിനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മിലൻ എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. അല്ലെങ്കിൽ ഞങ്ങള് തന്നെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കാണുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അബീനെ ഭയങ്കര ഫാഷനബിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചാനൽസിലൊക്കെ. ഇപ്പൊ കാണുന്നില്ല, അത് വേറെ. അതൊക്കെ ഒരു കാര്യം. പക്ഷെ ചേട്ടാ കുറച്ച് ചോറ് തരുമോ? പക്ഷെ അമൃത ഒരു ഭയങ്കര ട്രാൻസിഷൻ ഉണ്ടായിരുന്നല്ലോ ലുക്കിലും ഡ്രസ്സിലും ഒക്കെ. അതിന് കാരണം ഉണ്ടായിരുന്നത് അബിയാണോ? അല്ല അല്ല, ഇങ്ങനെയൊക്കെ എന്തോന്നല്ല ആൾക്കാർ വിചാരിക്കണ പയ്യെ ഞാൻ അങ്ങനെ ഒരു പൊതുധാരണ ഉണ്ട് കേട്ടോ. എന്നാ വെച്ചാ കൊറേ പൊതുധാരണകളുണ്ട്. ജീവിതം എന്തെങ്ങനെയാക്കി മോഡേൺ ആക്കിയത് ഞാനാണ്, വേറെ അല്ലേ? എന്റെ ദൈവം, ഞാനത് നല്ല അർത്ഥത്തിലാണ്. ഇവിടെ പതുക്കെ മുരിയാക്കോല് കഴിച്ചിട്ട് പറഞ്ഞു. ചോദ്യം ചോദിക്കരുത് അങ്ങനെ. അയ്യോ നോക്കുന്ന മോത്തം ചോദ്യം നടക്കുന്ന തുടങ്ങി. അതായത് മുരിയാക്കോല് ഇറക്കിയോ? മുരിയാക്കോല് തുപ്പി ഇറക്കാൻ പറ്റുമോ? അതായത് എന്റെ ഈ എവല്യൂഷൻ എന്ന് പറയാനായിട്ട് എന്നെ ആദ്യം കണ്ടിരിക്കുന്ന ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. എനിക്ക് 16 വയസ്സുള്ളൂ ഐഡിയ സ്റ്റാർ സിംഗർ സമയത്ത്. എനിക്ക് അതുപോലെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ വലുതാവില്ലേ? അപ്പൊ എന്റെ ഏതെങ്കിലും ഫോട്ടോന്റെ ഒക്കെ അടിയില് അയ്യോ അമൃത പഴയ പോലെ അല്ല എന്നൊക്കെ എനിക്ക് എങ്ങനെയാ സ്കൂൾ ബേസിക്കലി ആൾക്കാർ ഉദ്ദേശിച്ചത് നാടൻ അമൃത മോഡേൺ അമൃതയായി. അതാണ് അതിനുള്ള അങ്ങനെ മറ്റേ വീട്ടില് പട്ടുപാവട ഇട്ട് കിടക്കുന്ന കുട്ടിയായിരുന്നില്ല ഞാൻ. അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൽ പട്ടുപാവട ഇട്ട് പാടണ്ട വന്നുകൊണ്ട് പട്ടുപാവട ഇട്ടതാ. ഞങ്ങൾക്കൊരു സ്ഥായി ഇമേജായി വന്നു ഭവിച്ചു. സമ്മതിക്കില്ല. വളരെ ഒരു പിന്നെ ഞാന് ഇങ്ങനെ ചേച്ചിയുടെ ലൈഫിലെ ഒരു ചേഞ്ചസിനും ഞാൻ കാരണമായിട്ടുള്ളതല്ല കേട്ടോ. അതൊരു തെറ്റിദ്ധാരണ. കൈൻഡ് ഇൻഫർമേഷൻ നീ എല്ലാത്തിലും ഒന്ന് ഇടപെടുമല്ലോ. അല്ല ചോദിച്ചിരുന്നു വിഷ്ണു, അതാണ് ഞങ്ങൾ വിചാരം എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറയണ ഉത്തരവൊക്കെ നീയല്ലേ പറയാറ്. അപ്പൊ ചേച്ചി സദ്യക്കണ പറഞ്ഞു. ഇപ്പൊ മറ്റേ മുതലാളിക്ക് അതിനുശേഷം ഒരു ആത്മസംവേദനം വന്നിട്ടുണ്ടോ ജീവിതത്തിനോട്? ഇത്ര നേരത്തുള്ള ഇടപെടുകയിൽ നിന്ന് എന്താണ് തോന്നുന്നത്? എനിക്ക് ആത്മസംവേദനം എത്രമാത്രം ഉണ്ടെന്നാണ് തോന്നിയത്. പക്ഷെ നോ, യെസ്, അത് ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടോ? മെച്യൂരിറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ അറിയില്ല. കുറച്ചുകൂടി ക്ഷമ, കുറച്ചുകൂടി പേഷ്യൻസ്. ഡെഫിനറ്റ്ലി. അതായത് ഇതിപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റിംഗിലായോണ്ടാണ്. പക്ഷെ ഇന്നൊരു മുഖുറക്കെന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. നമുക്ക് വേണ്ട സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ആവുക എന്നുള്ളതല്ലേ. ഇപ്പൊ അബീനെ പോയിട്ട് ഉട്ടോപ്പിയിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു അബിയായിരിക്കും. അപ്പം അത് നമ്മുടെ ആവശ്യം പോലെ മാറുക എന്നുള്ളതല്ലേ. ഈ അമൃതം ഗമ ആസ് എ ഫാമിലി എത്രമാത്രം നിങ്ങളെ മാറ്റിയെടുത്തിട്ടുണ്ട്? ആ ബാൻഡിലുള്ള അംഗങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ക്യാരക്ടറിലേക്ക്? ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങള് ചില്ല് ചെയ്യുന്നതാണ് അമൃതംഗമേൽ. ഇപ്പോഴും പ്രാക്ടീസിന്റെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ നമ്മളെങ്ങനെ മാറ്റിയെടുത്തുണ്ടോ? അതായത് ഇന്റലക്ച്വൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതായത് ഞങ്ങള് റൈറ്റ് നമ്മളൊരു മെച്യൂരിറ്റി ഒക്കെ വരുന്ന ആ ഒരു ഏജിലാണ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ട്രാവലിലും പാട്ടുകളുടെ സെലക്ഷനിലും
ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര എതിരഭിപ്രായങ്ങൾ, പല കാര്യങ്ങളിലും കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അത് പക്ഷെ ഓവർ ദി ടൈം അമൃതംഗമയെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രണ്ടു പേർക്കും ഈക്വലി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈക്വലി ഹെൽത്തി ആയിട്ടുള്ള ഈക്വലി നല്ല തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടല്ലോ, നമ്മളറിയാതെ ഇന്റേണലൈസ്ഡ് ആവുന്ന ഒരു സ്വഭാവം, അത് അമൃതംഗമയെ പാരലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ഷോസിന്റെ കാര്യത്തിലാണെങ്കിലും പാട്ടുകൾ പഠിക്കുന്നത്, ഞാൻ പറഞ്ഞത് വിഷ്ണുവിന് മനസ്സിലായി മാത്രം എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് മനസ്സിലായി ഒരു ഐക്യത. അതെ ഐക്യത അത് നമ്മൾ അറിയാതെ ഈ പറഞ്ഞ പോലെ when we look back, കാരണം വേറെ കാര്യങ്ങളിലൊന്നും ഈ ചേച്ചി ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ പറയേണ്ട വരാറില്ല. ഐക്യബോധം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് അവിടെ ചോദിക്കട്ടെ ആദ്യം. ഇങ്ങനെയാണ് ഞാൻ സദ്യ കഴിക്കുക. ഇത് മുരിങ്ങാക്കോലൊക്കെ, ഇത് കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടതാണ്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ തന്നെ സദ്യ കഴിക്കാം. എങ്ങനെയുണ്ട് അബി സദ്യ? മാസ്റ്റർ ഷെഫിലൊക്കെ അഭിപ്രായങ്ങൾ പറയണ പോലെ പറ. അല്ല, നമ്മള് സാധാരണ സദ്യയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കൂടാതെ ഈ അച്ചിങ്ങ തോരൻ, പയർ തോരൻ ഒന്നും അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റാർ ഹോട്ടൽ സദ്യ അല്ല, ശരിക്കും നല്ലൊരു നാടൻ നല്ല സദ്യ. ഇനി എന്താ ഉള്ള പായസം? 2 വയസ്സുണ്ടോ? ഇവിടെ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ഏരിയ ചെയ്താലേ തിരക്കായി പോയി പെട്ടെന്ന് രാവിലെ നമുക്ക് പായസം ഉണ്ടോ? ഞാൻ എന്ത് ചോദിച്ചു നോക്കും, ഞാൻ വീട്ടിലും അങ്ങനെ തന്നെ. സദ്യക്ക് മാത്രമേ ഉള്ളൂ, പൊതുവെ അങ്ങനെ വേറെ ഫുഡിനോട് എനിക്ക് എത്ര ഇത് ഉണ്ട്, പക്ഷെ ഇത്ര ശരിക്കും അതെ. സദ്യ ഗേൾ. കഴിച്ചോ കുട്ടി കഴിച്ചോളൂ. വിഷ്ണുവിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരെ അതെ ഞാൻ ആ ഡെഡിക്കേഷൻ കണ്ടിട്ടേ. എങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ അതെ സാധാരണ സദ്യ കഴിക്കുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് അടിക്കും കേട്ടോ. കാര്യത്തിൽ ഏറ്റവും നന്നായി എല്ലാ വൃത്തിയാക്കുന്ന ആൾക്ക് ഞാനൊരു ഞാൻ പണ്ടേ വെച്ചേക്കുന്നതാണ്. ബോളി എനിക്ക് വേണ്ട. അതിന്റെ ഒരു വട്ടം സദ്യവട്ടത്തില് ഇതിനിങ്ങനെ ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം. പുതിയ ഓൺ ക്രിയേഷൻസ് പരിപാടികൾ. ഓണം റിലീസായിട്ട് ഓൺ സ്വന്തമായിട്ടുള്ള ക്രിയേഷൻസ്. സദ്യയില് ഔട്ടായി പോയിട്ടുണ്ട്. ഓണല്ലേ അതെ. അതായത് ഓൺ ക്രിയേഷൻ ഇപ്പം എൻ്റെ ഒരു പാട്ട് വരാനുണ്ട്, തൻഹ കാന്തേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതൊരു ഗസൽ വിത്ത് കർണാട്ടിക് മിക്സ് ഉള്ള ഒരു സംഭവമാണ്. അതെന്റെ ഒരു ജേർണി ടു കാശി. കാശി പോയപ്പം സോളോ ട്രാവൽ ആയിരുന്നു അത്. യെസ്. ഞാൻ അങ്ങനെ കാശിയിൽ പോയ സമയത്ത് എനിക്ക് ആ സ്ഥലത്തിനോട് തോന്നിയ ഒരു ഇഷ്ടം, പ്രണയം, അതിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ജേർണി തുടങ്ങുന്നതിൻ്റെ ഒരു ഹിന്ദിയിലാണ് പാട്ട് തുടങ്ങുന്നത്. പിന്നെ ഞാൻ ബീങ് എ മലയാളി അതിനകത്തേക്കൊരു മലയാളം കൊണ്ടുവരുന്നു, അങ്ങനെ ഒരു സാധനം. ഇപ്പൊ പാട്ട് കേൾക്കാൻ ഇംതിയാസ് അലി ഒക്കെ ഉണ്ട്, അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു വളർച്ചയൊക്കെ തോന്നുന്നുണ്ടോ? സന്തോഷം. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ആഗ്രഹിച്ച കാര്യങ്ങളാണ് വിഷ്ണു. അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നടക്കുമ്പോ ഇത് കഴിയുമ്പോഴേക്കും ഞാൻ 2 സെറ്റ് വിഷ്വൽ മാപ്പും വിഷ്വൽ മാപ്പ് നല്ല പറയണം, വിഷൻ ബോർഡും ഒരു ഡയറി ആയിട്ട് ഞാൻ ഇറങ്ങാം. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ അദ്ദേഹത്തിന് സംസാരിച്ചോ? ഇംതിയാസ് അലിയോടെ സംസാരിച്ചോ? ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചോ? ജസ്റ്റ് പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല. അതും ഈ പറഞ്ഞ മാതിരി എനിക്ക് ഏറ്റവും എന്താ പറയാ പരിചയപ്പെടണമെന്നും എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഡയറക്ടറാണ്. കാരണം അദ്ദേഹത്തിന്റെ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ റോക്ക് സ്റ്റാർ അത് ഇതൊക്കെ അതൊക്കെ ഭയങ്കര ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവീസിന്റെ ഡയറക്ടറാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് എന്തെങ്കിലും വെറുതെ ഒന്ന് കണ്ടൊരു ഹായ് പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പുള്ളി കൊളാബൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ല. അവരും സിനിമ സംവിധാനം അങ്ങനെ എന്തെങ്കിലും എഴുത്തും പരിപാടികളൊക്കെ ഉണ്ട്. സംവിധാനം ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ശ്രമിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കപ്പേല് സിനിമ ബേസ് ചെയ്തൊരു ഷോ ഒക്കെ ചെയ്തിരുന്നില്ലേ? അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ആ രീതിയിൽ ഒരു പരിപാടി. ഈ ഹോട്ടൽ സീൻസിനകത്ത് നിന്ന് അടുത്തത് എന്ത് എന്നുള്ള 3-4 കാര്യങ്ങളിൽ ഒരെണ്ണം. അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീ ആവാനും പറ്റുന്നില്ല. അങ്ങടും ഇല്ലാത്തൊരവസ്ഥ. ഏറ്റവും സന്തോഷം തരുന്നത് എന്താ ഔട്ടോപ്പിയ തുടങ്ങിയിട്ട്?
ഊട്ടോപ്യ തുടങ്ങിയിട്ട് ഏറ്റവും ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇത്രയും കാലം ഒരു എന്താ പറയുക മ്യൂസിഷ്യനായിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ മൾട്ടിപ്പിൾ റോൾസിലാണ് എന്നെ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതുവരെ ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെയാണ് സംസാരിക്കുന്നത്. ഊട്ടോപ്യ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കാണുന്ന രീതിയിൽ ഭയങ്കര ഒരു വ്യത്യാസം വന്നു. അതിന്റെ കൂടെ ഒരു റെസ്പെക്റ്റും കൂടെ ആടെ. അതായത് മോളെ എല്ലാം ഓക്കെ അല്ലേ എന്ന് വെച്ചാൽ വി ഡൂയിങ് സംതിങ്. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് അത് അതിനകത്ത് കൂടെ തന്നെ അത് ഒറ്റയ്ക്ക് അടിവട്ടോ വന്നവളാണ് എന്റെ അനിയത്തി. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളോട് ഭയങ്കരമായിട്ട് അതിനൊക്കെ നേരം കിട്ടുന്നില്ല അതിന്റെ ഇടയിൽ. വലിയ കാര്യം. തെറിച്ചൊക്കെ ഫുഡൊക്കെ വരുന്നത് അരിപ്പായസവും പഴപ്പായസവും അടിപൊളിയായിട്ടുണ്ട്. കണ്ടിന്യൂ പറഞ്ഞോളൂ. എന്റർപ്രണർ ലൈഫ് പറയൂ. സോ ഇപ്പൊ പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ വരുമ്പോഴാണെങ്കിലും അവർക്ക് നമ്മുടെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേക്കാൾ കൂടുതൽ എങ്ങനെയാണ് മോളെ ബിസിനസ് ഒക്കെ നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഇനിഷ്യലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ എന്റെ മോൾക്ക് മോളെ പോലെ ആവണം, ഇങ്ങനെ പാട്ട് ഫോളോ ചെയ്യണം, അതുപോലെ ബിസിനസ് ഒക്കെ എങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു സ്റ്റെപ്പ് അപ്പ് ആവുന്നൊരു ഫീലാണുള്ളത്. ഒരു ആർട്ട് എന്നുള്ളതിന് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ ആർട്ടിന്റെ ഒപ്പം ഒരു സീരിയസ് പ്രൊഫഷനും കൂടെ പെർസ്യൂ ചെയ്യുന്നതിന് ഭയങ്കര ഒരു ആദ്യം ആർട്ടിന്റെ പാട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറി. സദ്യ കുടിക്കുമ്പോ എനർജി ആവുന്നുണ്ട് കേട്ടോ. പായസം കുടിക്കുമ്പോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ അത് മാറി. അല്ലടാ വയറ് തറഞ്ഞു. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ തമാശ പറഞ്ഞാണെങ്കിലും ഈ ആർട്ടിന്റെ കൂടെ ആർട്ട് കിട്ടിയിരുന്ന സമയത്തെ ഇതൊക്കെ മാറും, മൊത്തത്തിലൊരു യുണാനിമസ് അംഗീകാരം വരുന്ന സമയം ഉണ്ടാവും, അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞിരുന്നോ? പിന്നെ എന്ത് പറഞ്ഞിട്ട് ആശ്വസിച്ചിരുന്നത്? ഇതൊക്കെ പറഞ്ഞിട്ട് അതല്ല, അതെനിക്ക് മനസ്സിലായി. നിങ്ങളെ ഞാനാണ് ഇന്റർവ്യൂ പറയൂ. ഇപ്പൊ തമാശക്ക് പറഞ്ഞപ്പോ ആർട്ടിനാട്ടെന്ന് പറഞ്ഞ ആർട്ടിനല്ലായിരുന്നു ആർട്ടുണ്ടായിരുന്നത്. അതൊരു എന്താ പറയാ നമ്മളെ ഫേസ് ഓഫ് ലൈഫ് ആയിരുന്നു. അപ്പൊ അതൊക്കെ മാറുമെന്നും എല്ലാം അടിപൊളിയാവും. ഇനിയും ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോ ഇപ്പോഴും എന്താ പറയാ സ്വപ്നം കണ്ട് വെച്ചിട്ടൊരു 10% നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഇറ്റ്സ് എ ഹോപ്പ്. നമ്മള് ചെയ്യുന്ന എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന എല്ലാവരുടെയും അപ്രൂവൽ കിട്ടിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ നമ്മളുടെ മുമ്പിലുള്ള ഒരു ഒറ്റ ഓപ്ഷൻ എന്ന് പറയണം, നമുക്കത് ചെയ്യണോ വേണ്ടയോ. ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാമേജ് ആണെങ്കിലും നമ്മൾ പേഴ്സണലി അതിനകത്ത് ഇമോഷണലി നമ്മൾ ഒരുപാട് ഡാമേജ് ആവുന്ന ഒരു കാലം ഉണ്ട്. നല്ല രീതിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ കിട്ടിയേക്കണ പോലെ കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഡാമേജിങ് ഫേസ് ഉണ്ട്. പക്ഷെ യു സ്റ്റിൽ വോണ്ട് പെർസ്യൂ. ഇപ്പൊ നമ്മുടെ നാട്ടില് സുശീല രാമൻ എന്ന് പറയുന്ന ഒരു സിംഗറില്ലേ, പാൽമണക്ക്, ഇത് നമ്മളിവിടെ അതിന്റെ ഒരുപാട് ട്രോൾസും മീംസും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആക്ച്വലി ഒരു വലിയ കോൺസേർട്ടില് വലിയൊരു വെന്യൂല് വലിയൊരു ഗസ്റ്റ് ലിസ്റ്റിന്റെ ഫ്രണ്ടില് ചെയ്യുന്നൊരു പെർഫോമൻസ് ആണ്. അപ്പം ബഹുജനം പലവിധം. ആലത്തിന് സെന്റർ പാടിയ അവര് ഏതാ ആലത്തിന് സെന്റർ അവരുടെ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ആദ്യം ട്രോൾ ചെയ്യപ്പെടുന്നത്. അതെ. അപ്പം അതിപ്പം എനിക്കങ്ങനെ ആർട്ടിസ്റ്റുകൾ എനിക്ക് എല്ലാവരും ചെയ്യുന്നതിനകത്ത് പല ടൈപ്പ് സിംഗിങ് ഉണ്ടാവും. അതൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെ ആവണം നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല. പാട്ടിന് അങ്ങനെ അല്ല, അത് സ്റ്റേജിലുള്ള വീഡിയോസ് ഇങ്ങനെ അടിയിന്ന് മോളിന്ന് സൈഡിൽ നിന്നൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇടുന്ന ആളുകൾ വെറുതെ അങ്ങനത്തെ സംഭവം. അല്ലാണ്ട് ലൈക്ക് ഓൾ യുവർ സോങ്സ് എല്ലാം നല്ല നല്ല പ്രിസിഷൻ തന്നെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ലൈക്ക് ഇവള് ചെയ്തിട്ടുള്ള പാട്ടുകൾ, പിന്നെ അമൃതംഗമയുടെ എല്ലാ പാട്ടുകളും അഭി തന്നെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. നമ്മള് രണ്ടുപേരും മ്യൂസിക്കലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും നമ്മളങ്ങനെ നന്മമരം കളിച്ചിട്ടില്ല. വാട്ട് വി ആർ ദാറ്റ്. അത് പേഴ്സണൽ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതിനകത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആണ് നിന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഹെയ്റ്റ് ഉണ്ടാവും. നേരെ മറിച്ച് നമുക്കറിയാം, ഒരു ഇങ്ങനത്തെ ഉടുപ്പിട്ട് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എല്ലാരും നല്ലതേ പറയുള്ളൂ. ആ കൊച്ചു ഇപ്പോഴും കണ്ടോ. പക്ഷെ നമുക്ക് അത് കേട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആദ്യം അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒരു ദിവസം മാറുമ്പോഴത്തേക്കും എന്തെങ്കിലും ആക്ച്വൽ സാധനം പുറത്തു വരുമല്ലോ, അന്ന് ഭയങ്കര വിഷയമായിരിക്കും. അപ്പൊ ഇതായിരുന്നല്ലേ. ഞങ്ങളെ കുറിച്ച് ഏതായാലും ഇനി ചാവുന്നവരെ എന്താ പറയാ, ഇവർ ഇങ്ങനെ ആയിരുന്നു ഒരു സാധനം കേൾക്കാനുള്ള കാര്യം കേട്ടു. ലൈക്ക് വി ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്. അത് ഞങ്ങൾ എന്താണോ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്ത തെറ്റുകളും ഞങ്ങൾ എഴുതുന്ന മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ജഡ്ജ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിപ്പോയത്. ചിലപ്പോൾ പലപ്പോഴും ബീങ് എ സോഷ്യൽ മീഡിയ പേഴ്സൺ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പല പ്രാവശ്യവും നമ്മൾ വില്ലന്മാരായി പോയത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. അത് അല്ലേ
അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഭക്ഷണം സദ്യ കഴിഞ്ഞപ്പോ ഞാൻ ഇമോഷണൽ ആയി പോയി, വികാരപരിതയായി പോയി ഞാനാകെ. എല്ലാ പായസവും കൊള്ളാട്ടോ. പാലട തന്നെയാണ് കേട്ടോ. എത്തിയില്ല, 4 പായസം കുടിച്ചില്ലേ? ഞാൻ കുടിച്ചു ഇടയ്ക്ക് ഇതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി സിപ്പ് ചെയ്താൽ ആ മറ്റേ മട്ടിക്കലുണ്ടാവില്ല. പെർഫ്യൂം അടിക്കുമ്പോ കോഫി മണക്കണ പോലെ. എക്സാക്ട്. ഇനി ഒന്ന് കുടിച്ചു അടുത്ത പായസം കയറാൻ പറ്റും. പാപ്പുവിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ പറയാം. ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കാണല്ലോ, പൈസ ഒക്കെ തരുന്നുണ്ട്. എന്തായാലും ചോദ്യം, പാപ്പുവിനെ പറ്റിയുള്ള സ്വപ്നങ്ങളുണ്ടോ? പാപ്പുവിനോട് പറയാറുണ്ടോ എനിക്ക് ഇതിന്റെ ഇങ്ങനെ കാണണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? എനിക്കൊന്ന് അമൃതയ്ക്ക് അങ്ങനെ ആളുകൾക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അമൃത തന്നെ പാട്ടുകാരിയായിട്ട് കാണണം എന്ന് തോന്നുന്നു. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അവള് പാട്ടിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള, അതിനുള്ള എല്ലാ അവസരങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും മ്യൂസിക്കൽ ആംബിയൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ലോഞ്ച് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടോ? അങ്ങനെ വലിയ വലിയ പോലെ ചോദിച്ചു. ഞാൻ നേരത്തെ പറയാം, സീരിയസ് ആയിട്ട് പറഞ്ഞു, ഷീ ഡസന്റ് ഫോഴ്സ് എനിത്തിങ് ഓൺ എനിബഡി. അതിന് നല്ലൊരു വലിയ അത്രയും ലിബറേറ്റഡ് ആയിട്ടൊരു ക്യാരക്ടർ ആവാൻ വലിയ മനസ്സ് വേണം. പക്ഷെ അതിൻ്റെ ഒരു ബാഡ് സൈഡും ഉണ്ട്. ഞാനെപ്പോഴും പറയാറില്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്തും കാണിച്ചോട്ടെ എന്നൊന്നും വിചാരിക്കരുത്. അപ്പൊ അങ്ങനത്തെ മടക്കിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ചോറ് മുഖ്യമല്ലേ? അല്ല, ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ? ഫോക്കസ് ചെയ്യാലോ സംസാരിക്കാൻ. അതുകൊണ്ട് ചോദിച്ചാൽ പാപ്പുവിന്റെ അടുത്തൊന്നും അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ല. എന്റെ അടുത്തും ഒന്നും ആരുടെ അടുത്തും അങ്ങനെ. ഒരു പാവാണ് സത്യം പറഞ്ഞ. പാവാടാ. കുറച്ചേരം ചേച്ചി സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട്. എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? ചെയ്തു പോയാലും റിഗ്രറ്റ്സ് ഉണ്ടാവാറുണ്ടോ? നോ റിഗ്രറ്റ്സ്. റിഗ്രറ്റ്സ് ഒന്നുമില്ല. നടന്നു പോയത് അത് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഒരുപാട് മോൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ. അപ്പോൾ ഇനി റിഗ്രറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു ബൈ പ്രോഡക്റ്റ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങളുടെ പാപ്പു. അപ്പോൾ ഞാൻ അതിനെ റിഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാപ്പു എന്ന് പറയുന്ന ഒരാളുടെ എക്സിസ്റ്റൻസിന് അവിടെ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും റിഗ്രറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. നടന്നു, ഇനി അങ്ങനെ നടക്കാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് പോകണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? റിഗ്രറ്റ്സ് ഒക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ ഒരു പോയിന്റ് വിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും പണി കിട്ടുമ്പോൾ നമ്മുടെ തന്നെ കയ്യിരിപ്പിന്റെ ഒരു ഞാൻ ഇങ്ങനെ ആവായിരുന്നു, ഞാൻ അങ്ങനെ ആവാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അയ്യോ അങ്ങനെ അഴിമതി അങ്ങനെ മുമ്പോട്ട് പോവില്ല. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയണം. പക്ഷെ ഓൾവേസ് നമ്മുടെ ഫാമിലി തന്നെയായിരിക്കും ഉണ്ടാവുക. അവർക്ക് വേണ്ടി മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ തന്നെ നോക്കുക. എൻ്റെ ലൈഫിൽ പല സ്റ്റേജിലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ആണെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ബാധിച്ചുകൊണ്ട്. ഇന്ന് അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും ചീത്ത ആൾക്കാരായി മാറിയെന്നോ അവരെന്നെ ഹേർട്ട് ചെയ്തൊന്നല്ല. പക്ഷെ ഒരു കാലത്തും എനിക്ക് ചേച്ചിക്കും കിട്ടിയിരിക്കുന്ന അത്ര നല്ല പേരൻസിനെയാണ്. അതുകൊണ്ട് ഒരു കാലത്ത് അവരുടെ അടുത്ത് ഇയാള് അമ്മ പറയണ പോലെ അല്ല എന്ന് പറയാനുള്ള അവർ പറയണ പോലെ തന്നെ എൻ്റെ ലൈഫായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇനിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും അവർ പറയുമ്പോൾ ആ സമയത്തുള്ള സാധനമൊക്കെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് പ്ലീസ് നോ ദാറ്റ് നല്ല പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്നെ പറഞ്ഞുതരുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചൊക്കെ ഒരു ഷേക്ക് ഉണ്ടാവുമെങ്കിലും അത് മാത്രമേ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നത്. ആരും ഇവരെക്കാളും നല്ലതാണെന്ന് അവരുടെ അടുത്ത് പോയി വാദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. റിയൽ ലൈഫ് വെൻ ഇറ്റ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിക്കി സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്താണ്. ഇമോഷണലായി പോയി പെട്ടെന്ന് 100% പ്രൊഫഷണൽ അല്ലേ? അത്രേ ഉള്ളൂ. ഈ ഒരുപാട് പെൺകുട്ടികൾ പെർഫോമേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവർ, ക്രിയേറ്റേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവർ, ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നിങ്ങളെ കേൾക്കുന്നുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? ഒരു എൻഡ് ഓഫ് മെസ്സേജ് തളർന്നു പോരുത്. ലൈക്ക് എന്ത് നടന്നാലും ജസ്റ്റ് മൂവ് ഓൺ. എന്തപ്പോ മെസ്സേജ് കൊടുക്കുക? പാട്രിയാർക്കൽ സൊസൈറ്റി ആണല്ലോ നമ്മുടെ. പെൺകുട്ടികൾ അസ്പയറിംഗ് അതല്ല ഉദ്ദേശിച്ചത്. നീ കൊടുത്തോ, ഞാൻ ഞാൻ പറഞ്ഞ ചേച്ചി കുറച്ച് താത്വികമായിട്ടൊന്നും ആലോചിക്കും. You are a person who had the transformation, so you can definitely say. പക്ഷെ എനിക്ക് അങ്ങനെ അഡ്വൈസ് ഒന്നും കൊടുക്കാനുള്ളൊരു ഇല്ല. അഭി പറഞ്ഞാൽ മതി, സെറ്റായി.
4 പായസവും ഒരു പറ ചോറും ഫുൾ സദ്യയും കഴിച്ചിരിക്കണം. ഞാൻ എന്ത് അഡ്വൈസ് കൊടുക്കാനാണ്? അത് സൽമാൻ ഖാൻ പറയുന്ന ഒരു സാധനമുണ്ട്. Yes, പറഞ്ഞോളൂ. Do whatever the fuck you want, but don't hurt your Mata Pita, Bharat Mata ki jai. അത് ഒരു കിഡ്ലൻ സാധനമാണത്. അതെ 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 അത് അത്രയും എനിക്ക് തോന്നുന്നുള്ളൂ. അതായത് എന്തൊക്കെ പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും ആ ഒരു വിഷനോട് നിന്നിട്ടുള്ള ഒരു പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ ഒരു മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതാണെന്ന് ചില സമയങ്ങൾ അതുകൊണ്ട് എഫക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആ എക്സ്ക്യൂസസിനെ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ വിഷനിൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെയൊക്കെ എക്സ്ക്യൂസസിൽ വീണു പോകാനായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പണ്ട് ചത്തു തന്നെ അല്ലേ? അപ്പം നമുക്ക് ഒരു വിഷൻ ഉണ്ട്, നമുക്ക് എന്ത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാ തന്നെ, ബാക്കി പടച്ചോ നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു ഫോർ ബീങ് അപ്പോ ഹോളിഡേന് ഇത്രയും നല്ല സദ്യ അല്ലേ? അടിപൊളിയല്ലേ? നാടൻ സദ്യ. ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. കുറെ ചിരിച്ചു, കുറെ മനസ്സിലാക്കാനൊക്കെ പറ്റി കൂടുതൽ. താങ്ക് യു. എനിക്ക് വീണ്ടും വിഷ്ണുവിനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു പേഴയുടെ റിലീസിന്റെ സമയത്ത് ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മലയാള വാക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അത് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് ഞങ്ങളിവിടെ വണ്ടി ഓടിച്ച് വരുമ്പോഴും ഷി വാസ് സേയിങ് വിഷ്ണു നല്ല അടിപൊളിയായിരിക്കും, ചെല്ലായിരിക്കും, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ഈ ഓണം ഞങ്ങളുടെ ഫസ്റ്റ് ഓണം ഇന്റർവ്യൂ വിഷ്ണുവിന്റെ കൂടെ ആയാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മൂവി വേൾഡിന്റെ കൂടെ ആയതുകൊണ്ട് മൂവി വേൾഡ് കുടുംബം നിങ്ങളെ ഇങ്ങനെ വിളിക്കാൻ പറ്റിയതിലും അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷത്തിലാണ്. താങ്ക് യു. ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ട് ഒരു വിഷ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ അമൃതങ്കമ്മയുടെ തന്നെ ഒരു പാട്ട് പാടാം. നീലാമ്പൽ കൺപേലിയോരം രാഗാർദ്രമായി ഈ മഴത്തേൻ തുള്ളി ചാർത്തി ആലോലമായി വാനിലാരോ ചാരും നേരം കാതോരമേ വാഴനല്ല ഹീരാവിലോ പാപേ പാപ്പോ പാപേ പോ പാപേ പാപ്പോ പാപേ പാപ്പോ പാപേ പോ. അടിപൊളി. താങ്ക് യു ഫോർ ദ ടൈം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. മൂവി വേൾഡിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.